ഹലോ, അപ്പോൾ ഇന്നൊരു അടിപൊളി വെറൈറ്റി കാട ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ ഈ ഒരു കാട ഫ്രൈ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാ പോലെ മഞ്ഞൾ മുളക് അങ്ങനെ കുറച്ച് നമ്മുടെ സാധാ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ട്രൈ ചെയ്യാറുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കതൊന്ന് കഴിക്കാൻ കിട്ടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 കാടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം 1/2 കിലോത്തിലധികം വരുന്നതാണ്. അപ്പോൾ അത് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് നമുക്കിതിലോട്ട് 1 സ്പൂണ് ഇഞ്ചി പേസ്റ്റും 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ആണ്. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കണം. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്ക് ആ ഒരു ഉപ്പും പുളിയും എല്ലാം കൂടെ അതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനത് എടുക്കാൻ കേട്ടോ. അപ്പോഴേക്ക് ഇത് അതിൽ ഏകദേശം നല്ലപോലെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചത്, 3/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 3 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് അധികം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. എരിവൊന്നും കൂടുതൽ ഉണ്ടാവും. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സാധാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു വലിയ പാത്രത്തിലാകുമ്പോൾ നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ആയിട്ട്. ഇനി വീണ്ടും ഇതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പെട്ടെന്ന് അതിൽ പിടിക്കും കേട്ടോ ഉപ്പും കാര്യങ്ങളും. ഇതിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം നമ്മൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ടൈമും കൊണ്ട് നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ടൈമും കൂടെ കിട്ടും. ഇനിയിപ്പോൾ അതാ നേരെ എടുത്തിട്ട് നമുക്കിതാ നമ്മുടെ ഓയിലോട്ട് ഇടാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ. എന്നാലും ഇത് മെല്ലെ ഒന്ന് വെന്ത് ഇടയ്ക്കതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചില്ലി ഫ്ലക്സ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നാലുള്ള 2 ഭാഗവും നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ സംഗതി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഇത് വറുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ആ ഒരു എണ്ണയിൽ വറുത്തിട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ കാട പൊരിക്കുകയാണെങ്കിൽ അതൊന്നും അധികം ഒന്നും കഴിക്കാൻ കിട്ടാറില്ലായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ എല്ലാം ഏകദേശം നല്ല ബലം കട്ടി, അതുപോലെ നമുക്ക് കടിക്കാനൊന്നും പറ്റാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് നല്ലപോലെ അതിന് നമുക്ക് ആ ഒരു അതിൻ്റെ കഷ്ണമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം മറ്റേത് ഫുള്ള് നമുക്ക് എല്ലാം മാത്രമേ കിട്ടുള്ളൂ. ഇതങ്ങനെയല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞാക്കിയും പറയുന്നുണ്ട് ഇപ്പോൾ നീ ആദ്യം ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കാറുണ്ട്. ആദ്യം നമുക്കിത് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നതും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഉപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കാടയൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല അധികം വിലയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്ര വില. പിന്നെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ഒന്ന് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ഒരു ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.